മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സനെ ടീമിലെത്തിക്കാൻ സൗദി വമ്പന്മാരായ അൽ ഇത്തിഹാദ് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ. പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട് പ്രകാരം ബ്രസീലിയൻ ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ സൗദി വമ്പന്മാർ 50-60 മില്യൺ തുക ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2017 ബെൻഫിക്കയിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റിയുടെ തട്ടകത്തിലെത്തുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ വലക്ക് മുന്നിൽ കഴിഞ്ഞ 7 സീസണുകളിൽ തകർപ്പൻ പ്രകടനമായിരുന്നു ബ്രസീലിയൻ ഗോൾ കീപ്പർ നടത്തിയത്. 332 മത്സരങ്ങളിലാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കായി എഡേഴ്സൺ കളത്തിലിറങ്ങിയത്. ഇതിൽ 155 ക്ലീൻ ഷീറ്റുകളാണ് താരം സ്വന്തമാക്കിയത്. നീണ്ട 7 വർഷക്കാലം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായി എഡേഴ്സൺ നിലനിന്നിരുന്നു. 2023-24 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയതിനു പിന്നാലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായ 4 സീസണുകളിൽ കിരീടം നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം കൈപ്പിടിയിലാക്കാനും പെപ്പിനും കൂട്ടർക്കും സാധിച്ചിരുന്നു. 38 മത്സരങ്ങളിൽ നിന്നും 28 വിജയവും 7 സമനിലയും 3 തോൽവിയും അടക്കം 91 പോയിന്റോടെയാണ് സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ നെറുകയിലെത്തിയത്. നിലവിൽ എഡേഴ്സൺ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം പുതിയ സീസണിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. പെപ് ഗർഡിയോളയുടെ കീഴിൽ പ്രീ സീസൺ മത്സരത്തിനായി USA മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഉള്ളത്. അതേസമയം കഴിഞ്ഞ സീസണിൽ സൗദി പ്രോ ലീഗിൽ 34 മത്സരങ്ങളിൽ നിന്ന് 16 വിജയവും 6 സമനിലയും 12 തോൽവിയും അടക്കം 54 പോയിന്റുമായി 5ാം സ്ഥാനത്തായിരുന്നു അൽ ഇത്തിഹാദ് ഫിനിഷ് ചെയ്തിരുന്നത്. ബ്രസീലിയൻ ഗോൾ കീപ്പറുടെ വരവോടെ ടീമിൻ്റെ ഗോൾമുഖം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ സീസൺ നഷ്ടപ്പെട്ട കിരീടം തിരിച്ചുപിടിക്കാനായിരിക്കും സൗദി ക്ലബ്ബ് ലക്ഷ്യമിടുക.